നമ്മുടെ ഒരു പുതിയ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇന്ന് ഓണമല്ലേ, എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങളും പല കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മളോട് വീഡിയോ ചെയ്യാൻ വേണ്ടി ജിഷ്ണുവും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഗൈസ്, നമ്മളുടെ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അല്ലെ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നൊരു ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മളുടെ നൻബൻസ് ഫണ്ടിൽ. അപ്പോൾ ഇന്ന് നമ്മളോട് വീഡിയോ ചെയ്യാൻ നൻബൻസ് വ്ലോഗിലെ നമ്മുടെ ജിഷ്ണു ഉണ്ട് കൂടെ. അപ്പോൾ നമ്മള് അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായി കാണും, ആ വ്ലോഗ് ചെയ്ത ചെറിയൊരു സ്പോട്ട് തന്നെയാണ്. അപ്പം നമ്മള് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ, നമ്മുടെ ഓണം സ്പെഷ്യൽ. അതെ, ഓണം സ്പെഷ്യലായ കാര്യങ്ങൾ. അപ്പൊ ഓണം എന്ന് മനസ്സ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഒത്തൊരുമയുടെ ഒരു ദിവസം, ഉത്സവമാണ് കേരളത്തിൽ നടക്കുന്ന മലയാളികളുടെ ഒരു ഉത്സവം എന്ന് പറയുന്നത് ഓണം എന്ന് പറയുന്നത്. മലയാളി ഒത്തൊരുമ, പിന്നെ ഒരു പുതുവർഷം, പുതുവർഷത്തിലേക്ക് പുതിയ വർഷം തുടങ്ങുന്നു. സമ്പൽ സമൃദ്ധിയോടെ പുതിയൊരു വർഷം മുന്നോട്ട് പോകാൻ വേണ്ടി ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഓണാശംസ. ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടും സമ്പൽ സമൃദ്ധിയോടെയും മുന്നോട്ട് പോകാൻ ഞങ്ങള് ആശംസിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഒരു ഓണമാണ്. നമ്മുടെ ചാനൽ തുടങ്ങി. അതെ, അപ്പൊ നമ്മുടെ ചാനലിലെ ഓണവിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അല്ലെ. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഓണം ഒരു സമ്പൽ സമൃദ്ധിയുടെ ഉത്സവമാണ്. അതെ, അപ്പം നമ്മളുടെ എല്ലാവരും ഒത്തൊരുമയുള്ളൂ. ഓണം എന്ന് കേൾക്കുമ്പോൾ പല കളികളൊക്കെ ഉണ്ടല്ലേ. മനസ്സിലോട്ട് വരുന്നത് അതുപോലെ വേട്ടക്കാരും. പിന്നെ മെയിൻ ഓണത്തിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണ് മഹാബലി. ഭൂമിയിലേക്ക് വരാൻ വേണ്ടി കൊടുത്ത ഒരു ദിവസമാണ് ഓണം. അങ്ങനെയാണ് അതിന്റെ ഐതിഹ്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വാമനൻ മഹാബലിക്ക് ഭൂമിയിലേക്ക് പ്രജകളെ കാണാൻ വേണ്ടി ഓരോ വർഷവും ഒരു ദിവസമാണ്, ഓരോ വർഷം കൊടുത്ത ഒരു ദിവസമാണ് ഓണം. അപ്പം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു, പൂക്കളമൊക്കെ അലങ്കരിച്ച് നമ്മൾ മഹാബലിയെ വരവേൽക്കാൻ എല്ലാ കൊല്ലം റെഡിയാവും. ഓണത്തിന് പ്രത്യേക സദ്യകളും, ഓണസദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അത് തന്നെ നമ്മുടെ ഇലയിലാണ് ഓണത്തിന് എല്ലാവരും സ്പെഷ്യലായിട്ട് സദ്യ ഉണ്ടെന്ന് അല്ലേ. അപ്പൊ ഓണം സ്പെഷ്യൽ സദ്യ എന്ന് പറയുമ്പോൾ ഇലയിലാണ് എല്ലാവർക്കും കൊടുക്കുന്നത് തന്നെ. നമ്മളാണേലും വീട്ടില് ചെയ്യുമ്പോ നമ്മൾ കുറച്ചൊക്കെ കറികളെ ഉള്ളെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ഇല വെട്ടും വരും, ഇല ഇടുന്നു, സദ്യ നമ്മള് വീട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടി ഓണം. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ വെച്ചാൽ ആ വീട്ടിലുള്ള, ഇപ്പം വിദേശത്ത് പോയവരല്ലാതെ നാട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ വീട്ടിലെല്ലാരും ഒത്തുകൂടും. ബന്ധുക്കാർ, നമ്മുടെ ബന്ധുജനങ്ങളൊക്കെ വീട്ടിലോട്ട് വരും, നമ്മളെല്ലാരും കൂടെ ഒത്തുകൂടുന്ന പക്ഷെ ഇപ്രാവശ്യം ഒരു ഓണം കോവിഡ് ആയത് ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷത്തെ ഓണം കോവിഡ്. പക്ഷെ ഇപ്പം കുറച്ചുകൂടെ ഒക്കെ ഇളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇളവുകൾ മിസ്യൂസ് ചെയ്യരുത്. അതെ, നമ്മളെല്ലാം സുരക്ഷിതമായിട്ട് ഓണം ആഘോഷിക്കുക. സുരക്ഷയില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് തന്നെ ദോഷമായിട്ട് വരും. അപ്പൊ നമ്മൾ സുരക്ഷിതമായിട്ട് ഓണം ആഘോഷിക്കുക. സാനിറ്റൈസറും ഉപയോഗിച്ച് ഓണം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുക. അധികം പേരൊന്നും ഒത്തൊരുമയോടെ ഇരിക്കാതെ, അധികം പേരൊന്നും കൂടാതെ ഒരു ചെറിയൊരു ഓണം. നമ്മളിന്നിവിടെ നമ്മൾ രണ്ടുപേരും കൂടെ ചെറുതായിട്ട് ഒരു ഓണം ഇന്നിവിടെ ആഘോഷിക്കുമായിരുന്നു. നമ്മള് പൂക്കളൊക്കെ ഇട്ടേക്കുന്നു, പൂക്കളൊക്കെ ഇതിന്റെ കൂടെ കാണിച്ചേക്കും. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വിശേഷം, നമ്മുടെ പഴയ കാലത്ത് ഓണങ്ങൾ എങ്ങനെ നമുക്ക് മറക്കാത്ത ഓർമ്മകളാണ്. ഒത്തിരി അനുഭവങ്ങളുണ്ട്.
ഇഷ്ടമുള്ള ഓർമ്മകൾ കാണും. കാരണം നമുക്ക് ഇപ്പൊ 2 വർഷമായിട്ട് പഴയ ഓർമ്മകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയം. കാരണം എന്തുകൊണ്ടാ, സ്കൂളിലാണെങ്കിലും ഓണമില്ല. നമ്മള് ഇപ്പൊ +2 കഴിഞ്ഞു. അപ്പം സ്കൂൾ കാലഘട്ടത്തില് ഒരു സുവർണ കാലഘട്ടത്തില് ഒരു ഓണം മിസ്സായിട്ടിരിക്കുകയാണ് ഞങ്ങൾ. +2 കാലഘട്ടത്തിലുള്ള ഒരു ഓണം ഞങ്ങൾക്ക് മിസ്സായിട്ടിരിക്കും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു ഓണമായിരുന്നു. കാരണം നല്ല സ്കൂളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഓണം. അതെ, സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു ഓണം. അതെന്ന് പറയുമ്പോ എല്ലാവർക്കും നല്ലൊരു ഭയങ്കര നല്ലൊരു അനുഭവം. നല്ല അനുഭവം. ഫ്രണ്ട്സും എല്ലാവരും ഒത്തുകൂടുന്ന പൂക്കളിടുന്നു. വടംവലിയാണ് ഞങ്ങളൊക്കെ വടംവലിയുടെ ആൾക്കാരാ. വടംവലിക്ക് മാത്രമാണ് നമ്മളൊക്കെ കൂടുന്നത്. വടംവലി മാത്രം ഏകദേശം വടംവലിയാണ് കൂടുതൽ. എല്ലാ സ്കൂളിലും തന്നെ വടംവലി വെക്കാത്തൊരു ഓണം ഇല്ല. ഒരുപാട് പേര് വേണം വടംവലി വെക്കാൻ. അതാണ് അതിന്റെ രസം എന്ന് വെച്ചാൽ 2 ടീമാണ്. അത് രസമാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ വടം വലിക്കുന്നു. ഭയങ്കര നല്ല രസമാണ്. രസമാണ്. ഞങ്ങൾക്ക് ഓണം ഉണ്ടായിരുന്നു. ഞങ്ങള് വടംവലിയൊക്കെ വടംവലി ഉണ്ടായിരുന്നു. അയ്യോ, അന്നത്തെ ദിവസം ഓണം നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഞാൻ അന്ന് ഓണത്തിന് മുണ്ടെടുത്തിട്ട് പോയത്. ഞാൻ മുണ്ടെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മുണ്ടെടുത്തത്. ഞാൻ 8ാം ക്ലാസ്സിലെ ഓണത്തിന് മുതൽ മുണ്ടെടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. 8 മുതൽ 9 എടുത്തിട്ടുണ്ട്, 10 എടുത്തിട്ടുണ്ട്. 10 കൊടുത്തില്ല. 10 പ്രളയം കാരണം നമ്മുടെ ഒരു ഓണം നഷ്ടമായി പോയി. 10 ഒരു ഓണം പ്രളയം കാരണം പോയി. അന്നത്തെ ഒരു ഏറ്റവും രസമായിട്ടുള്ള ഓർമ്മയുണ്ട്. എന്നാന്നറിയോ, 10 ഞങ്ങള് ഫ്രണ്ട്സ് അല്ല, ഇപ്പൊ വീഡിയോ കാണുന്ന ഫ്രണ്ട്സൊക്കെ കാണേ, നമ്മുടെ അൾഡസൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാരും കൂടി, ഇവൻ വിളിച്ച് പ്രാങ്ക് ചെയ്ത് മച്ചാനുണ്ട് അൾഡസ്. ഞങ്ങളെല്ലാരും ഉണ്ട്. ഞങ്ങളൊക്കെ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. ഭയങ്കര പ്ലാൻ ചെയ്ത് ഞങ്ങൾ കോമൺ ആയിട്ട് ഷർട്ട് കളറൊക്കെ ഉള്ള ഷർട്ടൊക്കെ ഞങ്ങൾ അവരെല്ലാം ഒന്നിച്ചു പോയിരുന്നു കൂട്ടുകാരൊക്കെ. എനിക്കന്ന് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ രണ്ടാമത് സെപ്പറേറ്റ് പോയിട്ട് ആ കളർ ഷർട്ട് തന്നെ എടുത്തു. നീല കളർ ഷർട്ടാണ് ഞങ്ങൾ അന്ന് എടുത്ത് വെച്ചത്. ഞങ്ങൾ ഷർട്ടൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടിരുന്നെങ്കിൽ എന്നിട്ട് ആ ഓണം പ്രളയം കാരണം നടന്നില്ല. ഞങ്ങൾ സെറ്റ് ആയിട്ട് ഷർട്ടൊക്കെ ഇട്ട് പ്ലാൻ ചെയ്ത് മാസ് എൻട്രി ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു. ഭയങ്കര എൻട്രി ആയിരുന്നു. പ്രളയം കാരണം ആ ഓണം അങ്ങ് പോയി. എന്റെ 10ാം ക്ലാസ്സിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഓണം ഇല്ലായിരുന്നു. അന്ന് ഞാൻ ഇട്ടുള്ളത് പാന്റ് ഷർട്ട് തന്നെ കേട്ടോ. ഞാൻ അന്ന് മുണ്ട് കൊടുത്തിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. ഞാൻ ഉടുത്തത് +1 തന്നെ മാത്രം. ആദ്യമായിട്ടാണ് അന്ന് മുണ്ട് കൊടുക്കുകയും കൂടെ ചെയ്തത് തന്നെ ഓണത്തിന്. അത് ഇതേ മുണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു നല്ലൊരു ഓർമ്മയായിരുന്നു. പിന്നെ +2 നല്ലൊരു നമ്മളെല്ലാവരും ആലോചിച്ച് തന്നെ വെച്ചിരിക്കുന്നത്. +1 ഭയങ്കര പ്ലാനിങ് ആണ്. നമുക്ക് നേരത്തെ നമ്മൾ എന്നാലും +1 നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഓണം എന്ന് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. +1 ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ +2 പഠിച്ച സീനിയർ ആയിട്ടുള്ള നമ്മുടെ സീനിയേഴ്സ് ഒക്കെ ചെയ്ത് പല ഡിഫറെന്റ് ആയിട്ട് കളർ, എല്ലാവരും ഒരുപോലത്തെ കളറായിരുന്നു ഷർട്ട്. അതുപോലെ തന്നെ വെള്ളം മുണ്ടും. അപ്പൊ അതുപോലെ നമ്മളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. നമ്മൾ +2 നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആയിട്ട് വരണം. +1 ഞങ്ങള് കോമൺ കളർ ഇട്ടില്ലായിരുന്നു. ഞാൻ A1-ലായിരുന്നു. അപ്പൊ ഞങ്ങള് കോമൺ കളർ ഇട്ടില്ലായിരുന്നു. ബാക്കി നിങ്ങൾ ഇട്ടായിരുന്നോ? കുറച്ച് പേരിട്ടായിരുന്നു അല്ലേ? കുറച്ച് പേരിട്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമില്ല കേസ്. അപ്പം ഇവൻ ഹ്യൂമാനിറ്റീസ്, ഞാൻ സയൻസ് ആയിരുന്നു. അപ്പൊ ഞങ്ങള് അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു +2 ഇടാൻ നോക്കും. ഞങ്ങൾ അങ്ങനെ ഓർത്ത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഒന്നും ചെയ്തില്ല. ഞങ്ങള് ജസ്റ്റ് സാധാരണ നമ്മൾ എങ്ങനെയാണോ അതുപോലെ അതുപോലെ മുണ്ടും ഷർട്ടും പോയി. പക്ഷെ +2 നമുക്ക് നടന്നില്ല. ഒന്നും നടന്നില്ല. ഒറ്റ പ്ലാൻ നടന്നില്ല. ടൂറും ഇല്ലായിരുന്നു. അത് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. ടൂറൊക്കെ നമ്മൾ ആശിച്ച് വെച്ചത് ഒന്നുമില്ലായിരുന്നു. സെന്റ് ഓഫോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഓൺലൈൻ ക്ലാസ് മാത്രമായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ പഠിക്കാനൊക്കെ പറ്റിയില്ല. കുഴപ്പമില്ലാതെ പോയി. അങ്ങനെയൊക്കെ പോയി. ഇപ്പൊ ഇങ്ങനെ 9-ലെ ഓണത്തിലുള്ള ഒരു ഓർമ്മ എന്താണെന്ന് വെച്ചാൽ അന്നൊരു മുറിവായിട്ടാണ് ഞാൻ ഓണത്തിന് പോകുന്നത്. ആഘോഷത്തിന് പോകുന്നത്. വണ്ടിയെന്ന് വീട്ട് എന്റെ കാല് മുറിഞ്ഞിരിക്കുന്നു. 9-ലെ വണ്ടിയെന്ന് വീട്ട് എന്റെ കാല് മുറിഞ്ഞിരിക്കുന്നു. ഞാൻ 9-ൽ പഠിക്കുന്നത്. നീ 9-ൽ പഠിക്കുന്ന ഏത് കൊല്ലം, ഞാൻ ഏത് കൊല്ലം പഠിക്കുന്നത്? ഇവന്റെ ഒരു വർഷം മുമ്പിലാണ് ഞാൻ പഠിച്ചത്. 2 വർഷം മുമ്പിൽ. 2 വർഷം മുമ്പ് വരൂ. 1 വർഷം മുമ്പിലായിരിക്കും. 1 വർഷം മുമ്പിലെ കേസ് വരും. അപ്പൊ 1 വർഷം മുമ്പ് ഞാൻ പഠിച്ചു. 1 വർഷം മുമ്പിലാണ് ഞാൻ ഓണം ഇതിനേക്കാൾ മുമ്പ് സെലിബ്രേറ്റ് ചെയ്തത്. 9ാം ക്ലാസ്സിൽ ഓണം എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഓണത്തിന് എന്തായാലും പായസം കിട്ടുക. പായസമാണ് മെയിൻ സ്കൂളില്. 8ാം ക്ലാസ്സിലാണ് ഞാൻ പൂഞ്ഞാറ് സ്കൂളിൽ വരുന്നത്. അതിന് മുമ്പ് ഞാൻ എൻകറ പഠിച്ചോണ്ടിരുന്നത്. അന്ന് അവിടെ സ്ഥിരം എല്ലാ കൊല്ലവും ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ 10 വരെ പഠിച്ച സ്കൂളില് എല്ലാ വർഷവും പായസം ഉണ്ടായിരുന്നു. പായസം എല്ലാ സ്കൂളിലും ഉണ്ടായിരുന്നു. +1-ല് പായസം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. +1-ല് പായസം ഉണ്ടായിരുന്നു. അപ്പൊ 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്നപ്പോ പായസം എന്ന് പറഞ്ഞാൽ സേമിയ പായസം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം ആയതുകൊണ്ട് ഞാൻ എന്നും ഓണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയാണ് പായസം എന്ന് പറയുന്നതിന്. ഒരു ഘടകമായിട്ട് പ്രധാനമായിട്ടൊരു ഘടകമാണ് ഓണം. പലതരത്തിലുള്ള പായസങ്ങൾ. പലതരത്തിലുള്ള പായസമുണ്ട്. ചക്കപ്പായസം,
ചക്ക എന്ന് പറയുമ്പോ ലോക്ക്ഡൌണില് നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ പിടിച്ചെടുത്തിയ സാധനമാണ് ചക്ക. അങ്ങനെയൊക്കെയാണ് ഓർമ്മകളുടെ എന്താണ് ഓണത്തിന്റെ ഓണത്തിന് ഒത്തിരി ഓർമ്മകളുണ്ട്. ഞാൻ 7 വരെ പഠിച്ച സ്കൂളിൽ ഞാൻ വലിയൊരു അത്തപ്പൂക്കൾ വരുന്നത് വെച്ചാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആദ്യം ഇടുന്നത്. കാരണം അന്ന് ഞങ്ങൾ ആ സ്കൂളിലെ ഏറ്റവും സീനിയേഴ്സാണ് 7 പഠിക്കുന്നത്. 7 വരെ ഉള്ള അവിടെ UP ആണ്. അപ്പൊ ഞങ്ങളാണ് ഏറ്റവും സീനിയേഴ്സ്. അപ്പൊ അവിടുത്തെ സാറ് കുറച്ച് പൈസയൊക്കെ മുടക്കി പൂവൊക്കെ മേടിച്ച് ഓണം ഞങ്ങള് തന്നെ കുറെ പൂവൊക്കെ കൊണ്ടുപോയി അടിച്ചുപൊളി ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. വേറെ കൂടെ ഉള്ള ഓണം എന്ന് പറയുമ്പോൾ വേറൊരു വൈബ. ഒത്തിരി ചെറിയ നിമിഷങ്ങൾ സന്തോഷം വരുന്ന ഒത്തിരി നിമിഷങ്ങൾ ഉണ്ടാവും കൂട്ടുകാരോട്. പിന്നെ ഓണത്തിന്റെ അന്ന് നമ്മൾ എന്തായാലും എല്ലാവരും വീടുകൾ അമ്മ വീട്ടില് അവിടെയൊക്കെ പോയി അമ്മ വീട്ടിലൊക്കെ പോകും. അതൊരു ഞാനൊക്കെ പോയി. അന്നൊക്കെ ചെറുപ്പത്തിൽ പോയപ്പം അമ്മ വീട്ടിൽ മിക്കവാറും പോകുന്ന വെച്ചാൽ തിരുവോണത്തിന്റെ അന്ന് ഉച്ച കഴിഞ്ഞായിരിക്കും പോകുന്നത്. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. ഉച്ച കഴിഞ്ഞായിരിക്കും നമ്മൾ വിൽക്കാൻ പോകുന്നത്. എന്റെ അമ്മയോട് ഭാഗവനാട്ടോ. എവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മള് അമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ നല്ല രസം. അപ്പം ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഓർമ്മകൾ. നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാരണം ഓരോന്ന് പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഈ കാണുന്ന നമ്മളെ ഇപ്പൊ നിന്റെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഏറെക്കുറെ ഒരു പ്രായത്തിലുള്ളത്. അപ്പം കോളേജിലെ ഓണം മിസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ. വേറെ വൈബാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ കാണുന്നുണ്ട് സിനിമയില് കാണുന്നത്. സിനിമയല്ല, ഓണത്തിന്റെ സമയത്ത് നമ്മള് ബുള്ളറ്റിലൊക്കെ ചേട്ടന്മാരൊക്കെ അല്ലടാ നമ്മുടെ സെയിം കളർ ഷർട്ടൊക്കെ ഇട്ട് നമ്മൾ ഓണത്തിന് പോകുമ്പോ ഓർക്കുന്നില്ല കഴിഞ്ഞ പോലൊക്കെ അവര് പോകുന്നൊക്കെ ഓർക്കുന്നില്ല. നല്ല രസം അവര് ഓണത്തിന് പോകുന്ന കാണാൻ. നമുക്ക് ഇനിയാണോ ഇപ്പൊ ഈ ഓണം കോളേജിൽ ഞങ്ങൾക്കില്ല, കാരണം ഞങ്ങൾക്ക് ഇനി കോളേജിലോട്ടാണ്. ഈ ഓണം ഇപ്പൊ ഇങ്ങനെ തീർന്നു. അടുത്ത കൊല്ലത്തെ ഒരു ഓണം കോളേജ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല അനുഭവം തന്നെ അടുത്ത കൊല്ലം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതാണ് നമ്മൾ ഈ ഓണത്തിൽ ഒരു പ്രതീക്ഷ വെച്ചേക്കുന്നതാണ്. അപ്പൊ ഓണവിശേഷങ്ങൾ ഇത്രയൊന്നും തീരുന്നില്ല. ഓണവിശേഷങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറേ ഉണ്ട് പറയാൻ. കൂടുതൽ നേരമായി നമ്മൾ ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് പോയത്. വേറെ വ്ലോഗ് ചാനലിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഈ വർഷത്തെ ഓണത്തിൽ ഏറ്റവും സന്തോഷകരമായി എനിക്ക് തോന്നിയത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ അത്തപ്പൂക്കൾ ഇട്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയല്ല പല കളികളൊക്കെ കളിച്ചത്. ഉറിയടിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ പോയി കാണണം. ഉറിയടിയൊക്കെ നല്ല രസമുള്ള പരിപാടിയായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാലോ. ഓണവിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ പോരെ, ഇത്രയൊക്കെ ഉള്ളൂ. വേറെ എന്നാ വിശേഷങ്ങൾ എല്ലാവർക്കും അവരവരുടേതായ ഒത്തിരി ഓണ അനുഭവങ്ങൾ ഒത്തിരി കാണും. നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ ഒത്തിരി നശിപ്പിക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അത് തന്നെ, വീഡിയോ അങ്ങ് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് നമ്മൾ വിഷമിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരു നല്ലൊരു ഓണാശംസ നേരുന്നു. നൻബൻസ് ഫണ്ണിന്റെ വക. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചേക്കാം. ഇതുപോലെ വേറെ വെറൈറ്റി ആയ വീഡിയോസ് ഒക്കെ കിട്ടാൻ ഇപ്പൊ എല്ലാ വീഡിയോയിലും ഞാൻ ചിലപ്പോ വേറെ കൂട്ടുകാരൊക്കെ ഇനി ഒത്തിരി പേര് വീഡിയോസിൽ വരാനുണ്ട്. അപ്പൊ എന്താണ് ഇന്നിപ്പോ ഓണം സ്പെഷ്യൽ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്നത്തെ ഈ കൊല്ലത്തെ ഞങ്ങളുടെ ഓണം തുടക്കം ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ തുടക്കം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയില് ഞാനും വന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. ടാറ്റ, ബൈ ബൈ.